ഒരു വാർത്തയിലേക്ക്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം. ഡ്രോൺ അവശിഷ്ടം പതിച്ച് ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്ന ഗൗരവതരമായ വാർത്തയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ സൈനിക ആക്രമണം, മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു. ആക്രമണങ്ങൾ കുറയ്ക്കില്ല, കാരണം അമേരിക്ക നടത്തുന്ന ഓരോ ആക്രമണത്തിനും, മിസൈൽ ആക്രമണത്തിനും മറുപടി നൽകുക ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും. അതിപ്പോഴും തുടരുന്നു. തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയുമ്പോഴും ആ രാജ്യങ്ങളിൽ പരിഭ്രാന്തി തുടരുകയാണ്. വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി. ഇറാന്റെ വിവിധ നഗരങ്ങളിലും ഇസ്രായേലും അമേരിക്കയും ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതിനിടെ പശ്ചിമേഷ്യ സംഘർഷങ്ങളിൽ US-നെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന ചാനലുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇതിപ്പോൾ ഇറാനെ ആക്രമിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇറാൻ നൽകുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് സംഭവിക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ നേതാവൊക്കെ എത്തി ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്നാൽ എന്ത് മറുപടി നൽകണം എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോഴും ഒട്ടും പുറകോട്ടില്ല ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന്. അതുതന്നെയാണ് ഇറാന്റെ തിരിച്ചടി. അങ്ങനെ സമ്മർദ്ദത്തിലാക്കി യുദ്ധത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലിനെയും പിൻവലിപ്പിക്കുക, അതാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഈ നിരവധി ഒരുപാട് ഈ ടെർമിനലുകളും അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവയ്ക്ക് സമീപമുള്ള ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് IRGCയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായി. ഇവിടെ ഒരു തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഈ തീ അണയ്ക്കാൻ അധികൃതർ കാര്യമായി തന്നെ ശ്രമിച്ചു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായതായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു മുന്നറിയിപ്പ്, ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ വിമാനത്താവളത്തിലുള്ള ഫ്ലൈറ്റ് സർവീസുകൾ നിലവിൽ താൽക്കാലികമായിട്ട് റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഇറാനകത്തും നിലവിൽ US-ന്റെയും ഇസ്രായേലിൻ്റെ സംയുക്ത ആക്രമണങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാൻ അടക്കം നിരവധി നഗരങ്ങളിൽ ഇതിനോടകം തന്നെ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇസ്രായേലിലേക്കുള്ള ഇറാന്റെ പ്രത്യാക്രമണവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. തെക്കൻ ഇസ്രായേലിൽ ഇപ്പോൾ സൈറനുകൾ മുഴങ്ങി പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മധ്യഭാഗത്ത്, ഇസ്രായേലിന്റെ മധ്യഭാഗത്ത് ഒരു മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. എന്നാൽ അതിൽ മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇസ്രായേൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. അതേസമയം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി